ടീച്ചിങ് ആണല്ലോ പ്രൊഫഷൻ. ടീച്ചിങ്ങും പൊളിറ്റിക്സും ഇത് രണ്ടും നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്സിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, അധ്യാപനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഒരു ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള, നമ്മുടെ പാഷനും അല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു തൊഴിൽ തന്നെയാണ്. അപ്പോൾ തൊഴിൽ നിർബന്ധമായിട്ടും എല്ലാ കാലത്തും ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ മുതൽ സ്ഥിരമായി തൊഴിൽ ചെയ്തുകൊണ്ട് പോകുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് തൊഴിൽ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രാഷ്ട്രീയം അതിനപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, അത് നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമുക്ക് പബ്ലിക്കിനോട് ഇടപെടാൻ കഴിയുന്ന, അവരോട് സംസാരിക്കാൻ കഴിയുന്ന, രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുന്ന, മനുഷ്യരെ കാണാൻ കഴിയുന്ന, അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാനൊക്കെ കഴിയുന്ന ഒരു സ്പേസ് അതിലൊരു ജോബായിട്ടോ അങ്ങനെയല്ല ഒരു ഘട്ടത്തിലും അത്തരത്തിൽ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത് അതുകൊണ്ടുകൂടിയാണ്. കാരണം അത്തരത്തിൽ അതിൽ ഇൻവോൾവ് ചെയ്യപ്പെടേണ്ടി വരുമ്പോഴാണ് പലപ്പോഴും അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിലേക്ക് പലപ്പോഴും നമുക്ക് പോകേണ്ടി വരിക. മനസ്സിലായി. അപ്പോൾ അത്തരത്തിൽ അതിൻ്റെ ഒരു സാധ്യതയിലേക്ക് പോകേണ്ടതില്ല. കുറെ കൂടെ വിദ്യാഭ്യാസം നേടാനും തൊഴിൽ നേടാനും, വിദ്യാഭ്യാസത്തിനപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ധാരാളം തൊഴിലുകൾ, ഇപ്പം ബിസിനസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എല്ലാ മനുഷ്യർക്കും അധ്വാനിക്കാൻ തയ്യാറുള്ളവർക്കൊക്കെ തൊഴിൽ നേടാൻ കഴിയുന്ന അത്തരത്തിലൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ മാമിനെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ജനസേവനം എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക്, ഞാൻ പറഞ്ഞു ജനസേവനം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഞാനിതെന്തോ അല്ലേ, നമ്മൾ അങ്ങനെ ഒരു പ്യുവർ സോഷ്യൽ സർവീസ് ആണെന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് അത് അങ്ങ് ഉൾക്കൊള്ളാനൊന്നും കഴിയില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് ഇതിലൊരു താല്പര്യം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് എന്നെ സംബന്ധിച്ച് ആളുകളെ കാണുക, സംസാരിക്കുക, പിന്നെ ഒരു പബ്ലിക്കിനെ, ഒരു ക്രൗഡിനെ അഡ്രസ്സ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയാണ്. അത് ജനസേവനവും അതിനോടൊപ്പം തന്നെ അത്തരത്തിൽ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളും എന്നുള്ളത് കൊണ്ട്. ഇപ്പം ലോക്കൽ ബോഡി ഇലക്ഷൻ ഒക്കെ നടക്കുകയാണ്, അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല, സ്വാഭാവികമായിട്ട് നേരത്തെ പറയുന്ന ഒരു കർട്ടൻ റൈസർ തന്നെയാണ് കേരളത്തിൽ വരാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കർട്ടൻ റൈസർ തന്നെയായിട്ടാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. വളരെ ഏറ്റവും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനുഷ്യർ ഇൻവോൾവ് ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അവർ മത്സരിക്കുകയും സ്ഥാനാർത്ഥികളാവുകയും ജയിക്കേണ്ടി വരികയും പഞ്ചായത്ത് പ്രസിഡന്റുമാരും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലേക്കൊക്കെ അതിനെ നയിക്കേണ്ട ആളുകളൊക്കെ ആയി മാറുന്ന നേതാക്കന്മാർ ജനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പൊക്കെ തന്നെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പം വലിയ രീതിയിലുള്ള അൺട്രസ്റ്റ് കേരളത്തിലുണ്ട്, ഒരു ആൻറ്റി ഇൻക്യുബൻസി, വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് തീർച്ചയായും റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. വിലക്കയറ്റം ഉൾപ്പെടെ, ഏറ്റവും ഒടുവിലുള്ള ശബരിമല വിഷയം ഉൾപ്പെടെ കേരളത്തിലെ ആളുകൾ മനസ്സിലാക്കി വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മൾ ഇത്തവണ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചെറുപ്പക്കാരും സ്ത്രീകളും ഒരുപാട് ഇതുവരെ കണ്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് അങ്ങനെ വരുന്നുണ്ട്. എന്തായിരിക്കും ഒരു മാറ്റത്തിനുള്ള കാരണം? സ്വാഭാവികമായിട്ടും സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പകുതി ശതമാനം സ്ത്രീകളാണ്, അതായത് നിയമപ്രകാരം സ്ത്രീകളാണ്. പക്ഷെ എനിക്കൊന്നിനെ കഴിഞ്ഞ മുൻപത്തെ തെരഞ്ഞെടുപ്പുകളിലേക്കാൾ ഒരു പുതിയ ട്രെൻഡ് വന്നതെന്ന് പറഞ്ഞാൽ ജനറൽ സീറ്റുകളിൽ ധാരാളം സ്ത്രീകൾ മത്സരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കണക്കുകളൊക്കെ ഇപ്പൊ അടുത്ത് പുറത്തു വന്നിരുന്നു. അതായത് എത്ര സ്ത്രീകളാണ് ജനറൽ സീറ്റുകളിൽ. അപ്പൊ 50% കഴിഞ്ഞ് ജനറലായിട്ട് പുരുഷന്മാർക്ക് മത്സരിക്കേണ്ട സീറ്റുകളിലേക്ക് കഴിഞ്ഞ തവണ ജയിച്ച് അല്ലെങ്കിൽ 2-3 തവണയൊക്കെ ആയിട്ട് മെമ്പർമാരായിരിക്കുന്ന സ്ത്രീകൾ വീണ്ടും മത്സരിക്കുന്ന ഒരു സാഹചര്യം പലയിടങ്ങളിലുണ്ട്. അപ്പോൾ അത് 50% കടക്കുന്ന ഒരു കാര്യമൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. അത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കുറേ കാലം 100% പുരുഷന്മാരുണ്ടായിരുന്ന ഇടങ്ങളിലേക്ക് 50%-ലധികമെങ്കിലും സ്ത്രീകൾ വരുന്നത് നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ ജനപ്രതിനിധികളാകുന്ന സ്ത്രീകൾ വളരെ എഫക്റ്റീവായിട്ട്, താഴെത്തട്ടിൽ വളരെ എഫക്റ്റീവായിട്ട് സ്ത്രീകൾ വർക്ക് ചെയ്യുന്നു. എല്ലാ തട്ടിലും സ്ത്രീകൾ വർക്ക് ചെയ്യും, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അധികാരം ലഭിക്കുന്ന ഈ പഞ്ചായത്ത് മെമ്പർമാരുടെ അവരുടെ ഒരു എഫക്റ്റീവ്നെസ്സിൻ്റെ എന്തെങ്കിലും ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ അത് പഠിക്കാനുള്ള എന്തെങ്കിലും ഒരു സർവേ പ്രഖ്യാപിച്ചാൽ തീർച്ചയായും കേരളത്തിലെ സ്ത്രീ ജനപ്രതിനിധികൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. വളരെ 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 പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ആയിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. തുടർഭരണം ഉണ്ടാവാനായിട്ടുള്ള എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? സാധ്യതകളുണ്ടോ? എന്തെങ്കിലും സാധ്യതയുണ്ടോ? അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഇവര് 2016 ശേഷം പിണറായി വിജയൻ മഴുവെറിഞ്ഞുണ്ടാക്കിയതാണ് കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നരേറ്റീവാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സാധാരണ മനുഷ്യർ കാണുന്നുണ്ട്. അവര് പറഞ്ഞു വെക്കുന്ന, ഞാൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞ ഈ ശബരിമല വിഷയം പോലും ചർച്ച ചെയ്യപ്പെടുന്ന കഴിഞ്ഞ 10 കൊല്ലത്തിലുണ്ടായ വിലക്കയറ്റം, ഇപ്പോൾ 200 രൂപ പെൻഷൻ കൂട്ടി, ഞാനത് സമ്മതിക്കുന്നു, ഞാൻ അതിനെ അംഗീകരിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ആ 10 കൊല്ലത്തെ വിലക്കയറ്റത്തിൻ്റെ തോതൊന്ന് പഠിക്കണം, അതൊന്ന് പരിശോധിക്കണം. അതോടൊപ്പം തന്നെ നികുതിയിലുണ്ടായ വലിയ വർധനവ്, വെള്ളക്കരം, വൈദ്യുതിക്കരം ഉൾപ്പെടെ നമ്മുടെ വീട്ടുനികുതി അടക്കം കൂട്ടിയൊരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 200 രൂപ
തരുന്നത്. 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങണമെങ്കിൽ 500 രൂപ കൊടുക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഈ 200 രൂപ കൂട്ടിക്കൊടുത്ത് ഇത് ഈ ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്ന ഒരു മോശപ്പെട്ട ജനാധിപത്യത്തിൽ ഒരു മോശപ്പെട്ട പ്രവണതയാണ് ഈ പറഞ്ഞ പോലെ ഒരു ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ കൊടുത്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്ന ജനാധിപത്യ ബോധമില്ലായ്മയിലേക്ക് നാട് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയായിട്ട് ഇത് മാറുകയാണ്. അപ്പോൾ ആ ഒരു രീതിയെ പരീക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയനും ആളുകൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തരും അതങ്ങ് വാങ്ങി ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക എന്ന് പറയുന്ന ധാർഷ്ട്യത്തെ അംഗീകരിക്കാൻ ഇവിടുത്തെ ജനാധിപത്യ ബോധം അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് പൂർണ്ണമായിട്ടും പറയാനുള്ളതും വിശ്വസിക്കുന്നത്. അത്തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇത്തവണ എന്തായാലും ജനങ്ങൾ മാറി ചിന്തിക്കുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും മാറി ചിന്തിക്കും. അതിന് കാരണം അത്രയേറെ ഞാൻ ഓരോ വിഭാഗത്തെടുത്ത് പറയുമ്പോൾ ഇപ്പം ലഹരിയിൽ പെടുന്ന കുഞ്ഞുങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ, ക്രിമിനലൈസ് ചെയ്യപ്പെടുന്ന ഒരു യങ് ജനറേഷനെ പറ്റി നമ്മൾ പറയുമ്പം, ഇപ്പം ജോലി ഇപ്പോൾ കോളേജുകളിലടക്കം നിയമന നിരോധനം നടപ്പിലാക്കിയ ഒരു സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാ മേഖലകളിലും നമ്മൾ തൊഴിലിൻ്റെ കാര്യത്തിലാവട്ടെ അല്ലെങ്കിൽ ഇപ്പം സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ എല്ലാ വിഷയങ്ങളും എടുത്ത് പഠിക്കുമ്പോൾ അപ്പോൾ അത് സഹകരണ മേഖലയിൽ ഇപ്പോൾ കരുവന്നൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും വലിയ ബാങ്ക് തട്ടിപ്പാണ് സഹകരണ മേഖലയിൽ. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തകർത്ത ഒരു തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ സഹകരണ മേഖലയോട്ട് ആരോഗ്യരംഗത്തെ പറ്റി കഴിഞ്ഞ 1 മാസത്തെ കണക്ക് മാത്രം മെഡിക്കൽ അനാസ്ഥ കൊണ്ട് മരിച്ചു പോകുന്ന എത്രയോ ആളുകൾ നിങ്ങൾ പാലക്കാട് നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. അവിടെയുള്ള ശിവപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടി കൈ ഒന്ന് വീണിട്ട് മുറിവ് പറ്റി ആശുപത്രിയിലേക്ക് പോയതാ. കൈ മുറിച്ചു കളഞ്ഞാണ് വീട്ടിലേക്ക് വരുന്നത്. നമ്മളൊന്ന് ചിന്തിക്കണം. ഒരു പെൺകുട്ടി 9 വയസ്സുകാരി ഒരു ജീവിതം മുഴുവൻ കൈയില്ലാത്തവളായി ജീവിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ സംവിധാനത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് എത്രത്തോളം മോശപ്പെട്ടതാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ തലയോലപ്പറമ്പിലെ ബിന്ദു 12ാം വാർഡ് തകർന്നു വീണ് മരിക്കുന്നു. ഫർഷീനയുടെ വയറ്റിൽ കത്രികയുമായി എത്രയോ കാലം അവർ മുന്നോട്ട് പോയി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് പന്മനയിലെ വേണു എന്ന് പറയുന്ന ഒരാൾ ഹൃദ്രോഗം വന്ന് മെഡിക്കൽ കോളേജിൽ പോയിട്ട് 7 ദിവസം നിലത്ത് കിടത്തുകയാണ്. ഒരാളെ നിലത്ത് തറയിൽ കിടത്തുകയാണ് 7 ദിവസം. 7ാമത്തെ ദിവസം മരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള എല്ലാ സിസ്റ്റവും, ഞാനത് ഓരോന്നെടുത്ത് പറയില്ല, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാവട്ടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലാവട്ടെ വലിയ ഇടിവ് സംഭവിച്ചിട്ടുള്ള ഒരു കാലത്താണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ സിസ്റ്റവും തകരാറിലാക്കിയ ഒരു സർക്കാരാണ് കഴിഞ്ഞ 10 കൊല്ലമായി ഭരിക്കുന്നത്. ഇത്തരം സിസ്റ്റങ്ങളെ ഇനി റെജുമിനേറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് തന്നെ വരുന്ന ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് സാമ്പത്തിക ബാധ്യത ഉൾപ്പെടെ വലിയ രീതിയിൽ വരുത്തി വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള തിരിച്ചടവുകൾ, കിഫ്ബിയുടെ ഉൾപ്പെടെയുള്ള തിരിച്ചടവുകൾ വരുമ്പോൾ വലിയ ബാധ്യതയാണ് സർക്കാരിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കടക്കണിയിലാക്കിയ മനുഷ്യരെ വലിയ ബാധ്യതയിലാക്കിയ ഒരു സർക്കാരിനെ പിഴുതെറിയുക എന്നുള്ളത് മനുഷ്യരെടുക്കേണ്ട ഉത്തരവാദിത്തമാണ്. പൊതുബോധം ചിന്തിക്കേണ്ട ഒരു വികാരമായി മാറേണ്ട കാര്യമാണ്. സോയ ജോസഫ് എന്ന യൂത്ത് കോൺഗ്രസ്സുകാരി ഈ കോൺഗ്രസ് എന്ന ഒരു ഒറ്റ വികാരത്തിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്ന ആളാണോ അതോ ഒരു ഗ്രൂപ്പ് ഉണ്ടോ? അല്ല, നിങ്ങൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഏതെങ്കിലും നിങ്ങൾ എൻ്റെ പ്രൊഫൈലുകളോ ഞാൻ എൻ്റെ പബ്ലിക് പ്രൊഫൈലിൽ നിൽക്കും ഞാനൊരു മോശം കാര്യമാണെന്നോ നല്ല കാര്യമാണോ എന്നുള്ള രീതിയിലല്ല പറഞ്ഞു വെക്കുന്നത്. എന്നെ സംബന്ധിച്ച് അത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ഞാൻ അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്സിൽ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ യാദൃശ്ചികമായി പൊളിറ്റിക്സിലേക്ക് വന്ന ഒരാളാണ്. ഒരു കോളേജ് യൂണിയൻ ഭാരവാഹിയായി വരേണ്ട സാഹചര്യം വന്ന് പിന്നീട് ജില്ലാ സെക്രട്ടറിയായും യൂത്ത് കോൺഗ്രസിലേക്ക് മത്സരിച്ചും ഒക്കെ അത്തരത്തിലൊക്കെ വന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിലൊരു വലിയൊരു ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ ബാക്കപ്പ് ഒന്നും എന്നെ സംബന്ധിച്ച് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ടാണ് ഞാനത് പറയുന്നത്. നാളെ ആർക്കെങ്കിലും അത്തരത്തിൽ പിന്നെ നിഷേധിച്ച് പറയാൻ കഴിയുമെങ്കിൽ അതിന് ഞാനതൊരു മോശം കാര്യമായിട്ടല്ല കേട്ടോ. അതൊക്കെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആരാധന തോന്നുന്ന നേതാക്കന്മാരുണ്ടാകാം, നിങ്ങളെ സംരക്ഷിക്കുന്ന ആളുകളുണ്ടാകാം. സംരക്ഷിക്കപ്പെടുന്നത് നല്ലത് തന്നെയാണ്. അതിനാണല്ലോ മുതിർന്ന നേതാക്കൾ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ കൊണ്ടുപോകേണ്ടത് പിന്നെ ഒരു പാർട്ടിയുടെ സിസ്റ്റത്തിനകത്ത് വേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അത് ആരോഗ്യകരമായിട്ടുള്ളൊരു ട്രെൻഡായി എല്ലാ കാലത്തും മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്. മനസ്സിലായി.